നമസ്കാരം. ഒടുവിൽ കള്ളനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിധിൻ രാജ് എന്നൊരു വിദ്യാർത്ഥി കോളേജിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന MK റാമിനെ പോലീസ് കഴിഞ്ഞ 3 മാസമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിധിൻ രാജ് എന്ന ദളിത് വിദ്യാർത്ഥിയെ മാനസികമായി അങ്ങേയറ്റം ഈ പ്രിൻസിപ്പളും മറ്റു സഹ അധ്യാപകരിൽ ചിലരും ചേർന്ന് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സഹവിദ്യാർത്ഥികൾ പിന്നീട് മാധ്യമങ്ങളോടക്കം തുറന്നു പറഞ്ഞത്. കോളേജിൽ കുട്ടികൾക്ക് വ്യക്തിഗതമായി യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. MK റാം എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പൽ തീർത്തും ജാതിമത വ്യവസ്ഥിതിയുടെ ആളായിരുന്നു. ഒരു കാരണവശാലും യാഥാസ്ഥിതികത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളെ ജാതീയമായി വരെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പല കുട്ടികളും മാധ്യമങ്ങളടക്കം അവിടെ ചെന്ന് ഈ വിഷയം അന്വേഷിച്ചവരോട് വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ. എന്നാൽ നിധിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽപ്പെട്ട അഞ്ചരക്കണ്ടിയിലുള്ള ഈ ദന്തൽ കോളേജിൽ നടന്ന ഈ ദാരുണ സംഭവത്തിൽ മുൻ സർക്കാരിന്റെ കാലത്ത് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രതി MK റാമിന് പിടികൂടാൻ പോലും പിണറായി വിജയന്റെ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. MK റാമാവട്ടെ കണ്ണൂർ സെഷൻസ് കോടതി മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുമെല്ലാം ജാമ്യാപേക്ഷയുമായി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ കോടതികളും ഈ MK റാമിന്റെ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജൂൺ 19 തീയതിയാണ് MK റാമിന്റെ ജാമ്യ ഹർജി തള്ളിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇതിനുശേഷമാണ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതും ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി കേരള പോലീസ് ഊർജിതമായി അന്വേഷണം വ്യാപിപ്പിക്കുന്നതും. ആന്ധ്രയിൽ ഇയാൾ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം പോലീസ് അങ്ങോട്ട് ചെല്ലുന്നു. എന്നാൽ ആന്ധ്രയിലുള്ള ഒരു പ്രാദേശിക നേതാവിൻ്റെ ചില സഹായത്തോടു കൂടി ഇയാൾ ആന്ധ്രയിൽ പലപ്പോഴും മാറി മാറി കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളോ ഒന്നും ഉപയോഗപ്പെടുത്താതെ മാറി മാറി ഒളിവിൽ കഴിഞ്ഞിരുന്നതിനാൽ ഇയാളുടെ ഒളിത്താവളം കണ്ടെത്താൻ പോലീസിനും സാധിച്ചില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. ഏതാണ്ട് 3 മാസക്കാലത്തോളമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇയാളെ കുടകിൽ നിന്നും കേരള പോലീസ് അതിവിദഗ്ധമായി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇപ്പോൾ ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണൂരിൽ ക്രൈംബ്രാഞ്ച് ഇയാളെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ഇതുപോലുള്ള ക്യാമ്പസുകളിലെ കൊലപാതകങ്ങൾ ഈ കണ്ണൂർ ദന്തൽ കോളേജിൽ ഉണ്ടായതുപോലെ വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമെല്ലാം നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. അതുപോലെ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ മരണവുമെല്ലാം നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. നമ്മുടെ ക്യാമ്പസുകൾ കൊലക്കളങ്ങളായി മാറുന്നു. അത് പല കുട്ടികളും ആത്മഹത്യ ചെയ്യപ്പെടുന്നു, പല കുട്ടികൾ കൊലപാതകത്തിന് ഇരയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഒരു കാരണവശാലും ഇത്തരം പ്രവണതകൾ വച്ച് പൊറുപ്പിക്കത്തക്കതല്ല. ഇത് രാഷ്ട്രീയമായി നടക്കുന്നതായാലും അരാഷ്ട്രീയമായി നടക്കുന്നതായാലും ഒരു കാരണവശാലും ഇതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാനും സാധിക്കില്ല. വിദ്യാർത്ഥികളെ നേർവഴി നടത്തേണ്ട വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രിൻസിപ്പൽ തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ ജാതീയമായി കുട്ടികളെ ഉപദ്രവിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലോ ഉള്ള പെരുമാറ്റ രീതികൾ അത്തരം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ വേലി തന്നെ വിളവ് തന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. തീർച്ചയായും ഇതിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിധിൻ രാജിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരുന്ന ഹർജി ഇന്ന് ഉച്ചതിരിഞ്ഞ് പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ MK റാമിനെ കേരള പോലീസ് കുടകിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് MK റാമിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചിരുന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് MK റാമിനെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ MK റാമിന്റെ ഒളിത്താവളങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിനോ സാധിച്ചിരുന്നില്ല. പിണറായി വിജയന്റെ ഒത്താശ അല്ലെങ്കിൽ പിണറായി വിജയനോട് അനുബന്ധിച്ച് ചില ആളുകൾ MK റാമിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നിരുന്നത്. എന്തായാലും ഒരു ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സാധിക്കാതെ പരാജിതനായ ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാരിന് പടിയിറങ്ങേണ്ടി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇവിടെ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും MK റാമിന്റെ ഈ
ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്ന്, ജാമ്യ ഹർജി തള്ളിയത് ജൂൺ 19 തീയതിയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ ജൂലൈ 20 വരെ എത്തുന്നതുവരെ MK റാമിനെ അന്വേഷിച്ച് പോലീസ് 4 ദിക്കിലും പായുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ ആന്ധ്രയിൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറഞ്ഞിടങ്ങളിലെല്ലാം പോലീസ് കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും മൊബൈൽ ഫോൺ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇയാൾ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ ഇയാളുടെ ഒളിത്താവളങ്ങൾ ട്രേസ് ചെയ്ത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ പോലീസ് മഫ്തിയിൽ ഇയാൾ താമസിക്കാൻ ഇടയുണ്ട് എന്നറിയുന്ന സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രതയോടുകൂടി ഒരു വിന്യാസം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് ഇയാളെ ഇപ്പോൾ കുടകിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇയാളെ കണ്ണൂരിൽ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് SP കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഒന്നാമത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്, അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു കേസിൽ അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതിനാൽ ഇയാളുടെ അറസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള നിയമ നടപടികളെ കുറിച്ചോ കൂടുതൽ പോലീസ് പത്രങ്ങളോടും വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് SP ആയ വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ പ്രിൻസിപ്പലിന്റെ അറസ്റ്റോടുകൂടി നിതിൻ രാജിന്റെ ദുരൂഹമായ മരണത്തിൽ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചുരുളഴിയും. ഇനിയും കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഒരു ക്യാമ്പസിലും ഒരു വിദ്യാർത്ഥിയും ഇതുപോലെ മരണപ്പെടാനോ കൊല്ലപ്പെടാനോ ഒരവസരം ഉണ്ടാകാൻ പാടില്ല. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി VD സതീശനും കഴിയണം. ഇത് മാതൃകാപരമായ ശിക്ഷാ നടപടികളിലൂടെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകുന്ന തരത്തിലുള്ള മാതൃകാപരമായ ഒരു ശിക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള MK റാമിനും അതുപോലെ അധ്യാപകരിൽ ചിലർക്കുമെല്ലാം കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ കുടുംബക്കാരുടെയും ആ കോളേജിലെ വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന വിഷയം. കോളേജിൽ വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷമില്ലാതെ സ്വസ്ഥമായി സ്വൈര്യമായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇതിന് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും തീരുമാനങ്ങൾ ഉണ്ടാകണം. നിയമപരമായുള്ള നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുസ്ഥിരമായ സുരക്ഷിതമായ ഒരു സൗകര്യക്രമങ്ങൾ കുട്ടികൾക്ക് പഠനത്തിൽ ഒരുക്കി കൊടുക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് അതിന് കാരണക്കാരൻ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയായ പ്രിൻസിപ്പൽ MK റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.